ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കാട്ടുകൂവയാണത്. കൂവപ്പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൂവപ്പൊടി ഇല്ലേ, അത് അമ്മ ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരാണ്. ഞാനിത് പിന്നെ ചെറുപ്പം മുതലേ ഇത് അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കലക്കിയിട്ട് കൂവപ്പായസം ഉണ്ടാക്കി തിന്നാൻ എന്തൊരു സുഖമല്ലേ, പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇഞ്ചി തോല് വരണ്ടൂല്ലേ, അതുപോലെ വരണ്ടിയിട്ട് അമ്മത്തെ മണ്ണും കുറേ ഒരു നാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് 2-3 പ്രാവശ്യം നല്ലോണം കൈ വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. എന്നാലേ ആ ചളിയും മണ്ണും ഒക്കെ അങ്ങോട്ട് പോവുള്ളൂ. പോയിട്ട് ഇതുപോലെ ആയിരിക്കും ഡ്രൈ ആയി കിട്ടും കേട്ടോ. അതിൽ ആ വലിയ ഉണ്ട കാണുന്നതിലാണ് കൂടുതൽ പൊടി ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ട് നമ്മളതിന് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം അങ്ങനെ വെക്കും. ഞാൻ എൻ്റെ മുകളിൽ നമ്മൾ കഴുകിയിട്ട് പോവാത്ത എന്തെങ്കിലും ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ട് നമ്മൾ ഉരലിലിട്ടിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഈ പരുവാക്കിയിട്ട് എടുക്കും കേട്ടോ. ഇടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വലിയ വലിയ പീസാണല്ലോ, അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒന്ന് ഇടിച്ചിട്ട് മിക്സിയിലിട്ടാൽ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാമല്ലോ. അങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നല്ലോണം കഷ്ടപ്പാടുള്ളൊരു പണിയാണ് കേട്ടോ. ഒരു ഇത്രയും നമ്മൾ ഉണ്ടാക്കിയാൽ ഒരു ഗ്ലാസോ 1 ഗ്ലാസ്സൊക്കെ പൊടി കിട്ടുള്ളൂ. വാങ്ങുന്ന കൂവപ്പൊടിയിൽ വേറെ പല പൊടികളും മിക്സൊക്കെ ചെയ്തിട്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരിക്കുക. ഇതാവുമ്പോൾ നാടൻ രീതിയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് വേറെ വല്ല കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്യുവറായിട്ടുള്ള കൂവപ്പൊടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തോർത്തോ എന്തെങ്കിലും നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് ഇത് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീര് മാത്രം ആക്കിയിട്ട് ആ ചണ്ടിയെ ഒഴിവാക്കിയൊരു രാത്രി മൊത്തം ഇങ്ങനെ വെച്ചാൽ പിറ്റത്തെ ദിവസം എടുക്കുമ്പോൾ അതുപോലെ തെളി ഉള്ളൊരു വെള്ളമായിരിക്കും. ആ തെളിവെള്ളം നമ്മൾ ഒഴിച്ച് കളയണം കേട്ടോ. എന്താ വെച്ചാൽ ഇതിനൊരു കയ്പ്പ് ഉണ്ടാവും. ആ കയ്പ്പ് ഇങ്ങനെ ഒഴിച്ച് കളഞ്ഞാലേ പോവുള്ളൂ. അങ്ങനെ 7 വട്ടം ഇതിൻ്റെ കട്ട് ഊറ്റി കളയണം എന്നാണ് പറയുക. ഒരു ദിവസം 3 നേരം എന്നുള്ള രൂപത്തിൽ 7 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ച് കളയുക, പിന്നെയും വെള്ളം ഒഴിക്കുക. അങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റ് ഇതുപോലെ താഴത്ത് ഈ പൊടി ഇങ്ങനെ ഊറി നിൽക്കും. ഈ ഊറി നിൽക്കുന്ന പൊടി നമ്മൾ പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിയാക്കിയിട്ടാണ് നമ്മുടെ കൂവപ്പൊടിയാവുന്നത്. നേരത്തെ പറഞ്ഞല്ലോ 7 പ്രാവശ്യം കട്ട് ഊറ്റി കളഞ്ഞിട്ട് 7ാമത്തെ വെള്ളവും നല്ലോണം ഊറ്റി കളഞ്ഞ് വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കിയിട്ട് കിട്ടുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല, ഒന്നും കൂടെ ഉണങ്ങാനുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന്. നമ്മുടെ കുറേ കഷ്ടപ്പാടിന് ശേഷം 2-3 ഗ്ലാസ്സൊക്കെ പൊടി കിട്ടുള്ളൂ, പക്ഷെ എന്നാലും ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കുക.